സംബന്ധിച്ച് പാർലമെന്റ് അംഗങ്ങളെ സംബന്ധിച്ചിടത്തോളം ആദ്യമായിട്ടാണ് ഒരു ഗവർണർ ഡൽഹിയിൽ വന്ന് ഞങ്ങളെ വൈകുന്നേരം അത്താഴ വിരുന്നിന് വിളിക്കുന്നത്. അത് വളരെ സന്തോഷത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. സ്വാഗതാർഹമായിട്ടുള്ള നടപടിയാണ്. ഗവർണറും ഗവൺമെന്റും പാർലമെന്റ് അംഗങ്ങളും തമ്മിലുള്ള സൗഹൃദവും സഹകരണവും തീർച്ചയായും സംസ്ഥാനത്തിന് പ്രയോജനം ചെയ്യണമെന്ന സതുദ്ദേശത്തോടു കൂടിയായിരിക്കാം അദ്ദേഹം ക്ഷണിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ ഇതേവരെ ഇത്തരമൊരു അനുഭവം കഴിഞ്ഞ 25 വർഷക്കാലത്തെ അനുഭവത്തിനിടയിൽ ഒരു സംസ്ഥാന ഗവർണർ, രാഷ്ട്രപതി പലപ്പോഴും വിരുന്നിന് വിളിച്ചിട്ടുണ്ട്, പക്ഷേ സംസ്ഥാന ഗവർണർ ഡൽഹിയിൽ ഞങ്ങളൊരു വിരുന്നിന് ക്ഷണിക്കുന്നത് ആദ്യമായിട്ടാണ്. അത് വളരെ സന്തോഷത്തോടു കൂടി ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. സ്വാഭാവികമായും ഞങ്ങൾ വൈകിയാണ് എത്തിയത്. പാർലമെന്റ് സമ്മേളനം നടക്കുന്നതിനാൽ ധനമന്ത്രിയുടെ മറുപടി, പ്രത്യേകിച്ച് ഞങ്ങൾ സംസാരിച്ചതിൻ്റെ മറുപടി കേൾക്കാനിരുന്നു. മാത്രമല്ല, രാഹുൽ ഗാന്ധിയെ അധിക്ഷേപിച്ചുകൊണ്ട് സംസാരിച്ചതിൽ പ്രതിഷേധിച്ചുകൊണ്ട് സഭ പ്രക്ഷുബ്ധമായിരുന്നു. സഭാ നടപടികൾ നിർത്തിവെച്ചു. അത്തരമൊരു പശ്ചാത്തലത്തിൽ കഴിയാതെ വരാൻ പറ്റിയില്ല. പക്ഷേ യോഗം പിരിയുന്നതിന് മുമ്പ് എത്തിച്ചേർന്നു. ഒരു നല്ല സൗഹൃദ അത്താഴ വിരുന്നായിരുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. നല്ലൊരു കാര്യം തന്നെയാണ്. കേന്ദ്രമന്ത്രിമാർ ഇതിൽ പങ്കെടുക്കാതെ വിട്ടു നിൽക്കുക, അതൊക്കെ നിങ്ങൾ അവരോട് ചോദിക്കുക. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പാർലമെന്റ് അംഗങ്ങളെന്ന നിലയിൽ വളരെ പോസിറ്റീവായിട്ടാണ് ഇത്തരമൊരു സംരംഭത്തെ കാണുന്നത്. ഈ ലഹരി അടക്കമുള്ള വിഷയങ്ങൾ ഗവർണർ ചൂണ്ടിക്കാട്ടിയ യോഗത്തിൽ ഞങ്ങൾ യോഗം കഴിഞ്ഞതിന് ശേഷമാണ് എത്തിയത്. അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും പറയാം. ഇറക്കിയ ഒരു പ്രസിദ്ധീകരണ സംബന്ധിച്ച് ഗവർണർ ടീം കേരള ടീമിന്റെ ഭാഗമായി എന്നാണ്. ഇതൊരു പുതിയ തുടക്കമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ, ഇതിനകത്തൊന്നും നമ്മൾ സങ്കുചിതമായ രാഷ്ട്രീയ താല്പര്യമൊന്നും കാണേണ്ട കാര്യമില്ല എന്നാണ് നിങ്ങളുടെ. അങ്ങനെ എന്തെങ്കിലും ഒരു പൊളിറ്റിക്സ് ആ യോഗത്തിൽ പറഞ്ഞു കാണുമെന്ന് എനിക്ക് വിശ്വസിക്കുന്നില്ല. ഞാൻ മനസ്സിലാക്കുന്നത് ശരിയെങ്കിൽ കേരളത്തിൻ്റെ ആവശ്യങ്ങൾ എന്താണെന്ന് പാർലമെന്റ് അംഗങ്ങളോടൊരു ഇന്ററാക്ഷൻ അദ്ദേഹം നടത്തിയെന്നാണ് മനസ്സിലാക്കുന്നത്. MP-മാർ കേരളത്തിൻ്റെ പൊതുവായ പ്രശ്നങ്ങൾ ചർച്ച ചെയ്തു. തീർച്ചയായിട്ടും ആ പ്രശ്നങ്ങൾ എൻ്റെ കൂടി പ്രശ്നങ്ങളാണെന്ന് അദ്ദേഹം മറുപടി പറഞ്ഞു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനെയൊക്കെ വളരെ പോസിറ്റീവായി നമ്മൾ കാണുക എന്നതിനപ്പുറത്തേക്ക് ഈ വിഷയത്തൊരു വിവാദവൽക്കരിക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ സഭാ നടപടികൾ ഉണ്ടായിരുന്നിട്ട് പോലും ഞങ്ങൾ വളരെ പോസിറ്റീവായി കണ്ടു. KC വേണുഗോപാൽ നേരത്തെ വന്ന് അദ്ദേഹത്തെ കണ്ടതിന് ശേഷമാണ് സഭയിലേക്ക് വന്നത്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിലൊന്നും ഒരു സങ്കുചിതമായ രാഷ്ട്രീയ സമീപനവും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അതാണ് ഞാൻ പറഞ്ഞത്. ആദ്യമായിട്ടാണ് ഒരു ഗവർണർ ഡൽഹിയിൽ ഇത്തരത്തിലൊരു സൗഹൃദ വിരുന്നിന്, ഡൽഹിയിലെന്ന് മാത്രമല്ല തിരുവനന്തപുരത്തായാലും റിപ്പബ്ലിക് ദിനത്തിലും സ്വാതന്ത്ര്യ ദിനത്തിലുമൊക്കെ ക്ഷണിക്കും. അത് ഔപചാരികമായിട്ടുള്ള എല്ലാവർക്കുമുള്ള പ്രോട്ടോകോൾ അനുസരിച്ചുള്ള ക്ഷണമാണ്. അതല്ല, MPs-നെ എക്സ്ക്ലൂസീവായി ഡൽഹിയിൽ, ഞങ്ങളുടെ പ്രവർത്തന മേഖലയായിട്ടുള്ള ഡൽഹിയിൽ വിളിച്ചു വരുത്തിയ ഒരു സൗഹൃദ വിരുന്നും ഒരു സൗഹൃദ സംഭാഷണവും കേരളത്തിൻ്റെ വികസനോന്മുഖ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചുള്ള ഒരു ആശയവിനിമയവും നടത്താൻ കഴിഞ്ഞു എന്നുള്ളത് ഞങ്ങൾ വളരെ സന്തോഷത്തോടെ അതിനെ സ്വാഗതം ചെയ്യുകയാണ്. ആര് പങ്കെടുത്തില്ല പങ്കെടുത്തു എന്നതിനെ സംബന്ധിച്ചൊന്നുമുള്ള വിവാദത്തിൽ ഞങ്ങൾ കക്ഷിയല്ല. ഇതിനെയൊക്കെ വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. ഒരു കാര്യം കൂടെ, നാളെ ഇവിടെ മുഖ്യമന്ത്രി പിണറായി വിജയനും കേന്ദ്ര ധനമന്ത്രിയുമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ച ഉണ്ട്. ഒരു ബ്രേക്ക്ഫാസ്റ്റ് എന്നാണ് പറഞ്ഞേക്കുന്നത്. നടക്കട്ടെ, നല്ല കാര്യം തന്നെ. തീർച്ചയായിട്ടും സംസ്ഥാന മുഖ്യമന്ത്രി കേന്ദ്ര ധനമന്ത്രിയെ കണ്ട് സംസാരിക്കുന്നത് നല്ലതല്ലേ? തീർച്ചയായും സംസ്ഥാനത്തിന്റെ ആവശ്യങ്ങളും സംസ്ഥാനത്തിന്റെ താല്പര്യങ്ങളും കേന്ദ്ര ധനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്താനും അതിൽ പോസിറ്റീവായി നടപടി ഉണ്ടാകുമെങ്കിൽ സംസ്ഥാനത്തെ സംബന്ധിച്ച് തീർച്ചയായിട്ടും നല്ലതാണ്. ഈ ആശാ വർക്കർമാരെ സംബന്ധിച്ച് JP നഡ്ഡ രാജ്യസഭയിൽ പറഞ്ഞത് തെറ്റിദ്ധരിപ്പിക്കുന്നു എന്നൊക്കെയുള്ളതാണ്. ശരിക്കും അതിൽ വാസ്തവം എന്താണ്? അത് കേന്ദ്ര ഗവൺമെന്റ് അല്ലേ വ്യക്തമാക്കേണ്ടത്? അല്ല, അത് കേന്ദ്ര ഗവൺമെന്റ്. ഓക്കെ, സോറി. ആ കാര്യത്തെ സംബന്ധിച്ച് കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റുമാണ് വ്യക്തമാക്കേണ്ടത്. ഞങ്ങൾ പാർലമെന്റ് അംഗങ്ങളുടെ ചുമതല ഇത്തരം പ്രശ്നങ്ങൾ പാർലമെന്റിലൂടെ ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരിക, ഇത്തരം കാര്യങ്ങളിൽ ഗുണപരമായ നടപടികൾ സ്വീകരിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ ഇന്നലെയും ഇന്നയും ഈ പാർലമെന്റിന്റെ ബഡ്ജറ്റ് സമ്മേളനത്തിന്റെ 2ാം ഘട്ടം ആരംഭിച്ചിട്ട് 2 ദിവസമേ ആയുള്ളൂ. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ആ ആശാ വർക്കേഴ്സിന്റെ കേരളത്തിൽ നടക്കുന്ന സമരവുമായി ബന്ധപ്പെട്ട ആശാ വർക്കേഴ്സിന്റെ പ്രശ്നം ദേശീയ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ളത് കേരളത്തിലെ MP-മാർ നടത്തിയ പരിശ്രമത്തിന്റെ ഭാഗമായിട്ടാണ്. പാർലമെന്റിനകത്ത് ഗവൺമെന്റിന്റെ റെസ്പോൺസ് കിട്ടാത്ത സാഹചര്യത്തിലാണ് ഇന്ന് ഞങ്ങൾ പാർലമെന്റിന് പുറത്ത് ആ കാര്യത്തിൽ പ്രതിഷേധ ധർണ നടത്തി. അപ്പോൾ അത്തരം കാര്യങ്ങൾ ദേശീയ തലത്തിൽ ശ്രദ്ധയിൽ കൊണ്ടുവരാനും അതിൻ്റെയൊക്കെ ഒരു റിഫ്ലക്ഷൻ ആയിരുന്നു ഇന്ന് രാജ്യസഭയിൽ ഒരുപക്ഷെ സന്തോഷ് കുമാർ ചോദിച്ച ചോദ്യത്തിന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി ശ്രീ JP നദ്ദ മറുപടി പറഞ്ഞത്. മറുപടിയുടെ വെറാസിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഡിസ്പ്യൂട്ട് ഉണ്ടെങ്കിൽ, തർക്കമുണ്ടെങ്കിൽ സംസ്ഥാന ഗവൺമെന്റാണത് ഡിസ്പ്യൂട്ട് ചെയ്യേണ്ടത്, നെഗറ്റീവ് ചെയ്യേണ്ടത്, ഞങ്ങളല്ല. ഇതിന്റെ നിജസ്ഥിതി എന്താണെന്ന് കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞത്. ഇത് കേന്ദ്ര ഗവൺമെന്റ് ഇപ്പോൾ പറയുന്നതല്ല.
ഫെബ്രുവരി മാസത്തിൽ പാർലമെന്റിന്റെ ബഡ്ജറ്റ് സമ്മേളനത്തിന്റെ ഒന്നാം ഘട്ടത്തിൽ എനിക്ക് ലോക്സഭയിൽ ലഭിച്ച ചോദ്യോത്തര വേളയിൽ ഇത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. 2024-25 സാമ്പത്തിക വർഷം കേന്ദ്രത്തിൽ നിന്ന് ദേശീയ ആരോഗ്യ ദൗത്യത്തിന്റെ ഭാഗമായി ലഭിക്കാനുള്ള തുക 912 കോടി രൂപയിൽ 800-ലധികം കോടി രൂപ ജനുവരി മാസം 25-ാം തീയതി തന്നെ ഡിസ്ബേഴ്സ് ചെയ്തു എന്നുള്ള നിലയിലുള്ള റിപ്ലൈയാണ് എനിക്ക് കിട്ടിയത്. ആ റിപ്ലൈയാണ് പൊതുവെ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെട്ടത്. 2023-24 സാമ്പത്തിക വർഷത്തിലെ പൈസയെക്കുറിച്ചാണ് മന്ത്രിയും ഗവൺമെന്റും പറയുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് കിട്ടാതിരുന്നതിന്റെ സാങ്കേതിക കാരണങ്ങൾ വിശദീകരിക്കേണ്ടത് സംസ്ഥാന ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റുമാണ്. ഞങ്ങൾക്ക് ലഭ്യമായ മറുപടി മാത്രവുമല്ല, ജനപ്രതിനിധികളെന്ന നിലയിൽ ഞങ്ങൾ ആ സമരത്തിൽ പോയതാണ്. ഞാൻ 2 ദിവസം ആ സമരത്തിൽ പോയി. ഞങ്ങൾ അവിടെ അവരോട് പറഞ്ഞതാണ്, പാർലമെന്റിനകത്തും പുറത്തും ഇത് ഉയർത്തിക്കൊണ്ടുവരും, ദേശീയ ശ്രദ്ധയിലേക്ക് വിഷയം വരും. ഇന്ന് ദേശീയ മാധ്യമങ്ങൾ ശ്രദ്ധിച്ചു എന്ന് മാത്രമല്ല, നിരവധി പാർലമെന്റ് അംഗങ്ങൾ ആശാ വർക്കേഴ്സിന്റെ ഈ പ്രശ്നം അത് കേരളത്തിലെ മാത്രം പ്രശ്നമായിട്ടല്ല, ദേശീയ തലത്തിൽ തന്നെ ഈ വിഷയം ശ്രദ്ധയാകർഷിക്കുന്ന നിലയിലേക്ക് തിരുവനന്തപുരത്ത് നടന്ന സമരം വലിയ രൂപത്തിൽ ഇമ്പാക്റ്റ് ഉണ്ടായി എന്നുകൂടിയാണ് എൻ്റെ വ്യക്തമായിട്ടുള്ള അഭിപ്രായം.